ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കൂടെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്, ഈശോ പറഞ്ഞൊരു വാക്യമാണ് ഇന്ന് നിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? ഒരു സൈഡിൽ ആത്മാവ്, മറു സൈഡിൽ ലോകത്തിൻ്റെ നേട്ടങ്ങൾ. ഒരൊറ്റ ചോയ്സാണ്. നീ ഇങ്ങോട്ട് നോക്കോ ഇങ്ങോട്ട് നോക്കോ, നീ ഇതിന് പ്രാധാന്യം കൊടുക്കോ ഇതിന് പ്രാധാന്യം കൊടുക്കോ. ആത്മാവിന് പ്രാധാന്യം കൊടുത്താൽ നീ നിന്നെ തന്നെ തേടി ദൈവത്തെ നേടി എന്ന് പറയുക. ഇപ്പോൾ ലോകത്തിന് പ്രാധാന്യം കൊടുത്താൽ, നേട്ടത്തിന് പ്രാധാന്യം കൊടുത്താൽ എല്ലാം കിട്ടിയാലും ഇത് ശൂന്യമായി കഴിഞ്ഞാൽ, ആത്മാവ് ശൂന്യമായി കഴിഞ്ഞാൽ, ആത്മാവിനെ വളർത്താൻ പറ്റാതെ രക്ഷിക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിൻ്റെ കാര്യം കഷ്ടമാണെന്ന് ഈശോ പറഞ്ഞു വയ്ക്കുക. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ലോക നേട്ടങ്ങളിലേക്കല്ല, ദൈവത്തിലേക്കും നിൻ്റെ ആത്മാവിൻ്റെ രക്ഷയിലേക്കുമായിരിക്കണം നിൻ്റെ ശ്രദ്ധയെന്ന. അത് നിൻ്റെ മനസ്സിലിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ലോകത്തിൻ്റെ നേട്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട്, അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കും. സകലവിധ നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും ഈ വ്യക്തി നിറയുവാൻ ഇടയാകട്ടെ എന്ന് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാ